ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ സ്വാഗതം കേട്ടോ. എന്താണെങ്കിലും അനുപമ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. അർജുൻ്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രി കുളമാക്കാനായിട്ട് അനുപമ കുറച്ച് പരിപാടികളൊക്കെ തയ്യാറാക്കി കാവ്യനെ മോട്ടർ കയറ്റി വിട്ടു. ആ സംഭവം കൃത്യമായിട്ട് നടന്നു. അങ്ങനെ കാവ്യ ഭ്രാന്ത് പിടിച്ചതുപോലെ കത്തിയായിട്ട് വന്ന് മൊത്ത സീനാണ് കേട്ടോ ഇന്ന് നടന്നത്. എന്താണെങ്കിലും വളരെ സങ്കടമുണ്ട് അർജുൻ്റെ അഞ്ജലിയുടെയും ആദ്യ രാത്രി ഈ ഒരു രീതിയിലായി മാറിയത് കേട്ടോ. പക്ഷേ അത് നമുക്കറിയാം, അനുപമയാണ് അതിന് പിന്നിൽ കളിച്ചത് എന്ന്. പക്ഷേ എനിക്ക് അതിലേറെ സങ്കടം തോന്നിയത്, അതിലും ഏറെ സങ്കടമോ വിഷമം തോന്നിയത് വേറൊരു കാര്യമാണ് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോ വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ കണ്ട സീനുകളുടെ ബാക്കി കാര്യങ്ങളാണ് ഇന്ന് വന്ന പ്രൊമോയിലുള്ളത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് കൂടുതലും അർജുൻ്റെ അഞ്ജലി ആദ്യ രാത്രിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ കാട്ടിയത്. അപ്പം നമ്മുടെ അർജുൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആദ്യ രാത്രിയിൽ നമ്മുടെ അഞ്ജലിയെ കാത്തിരുന്നത്. ആദ്യം കാട്ടിയ സീനുകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ, അഞ്ജലി എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചല്ലോ. അത് കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അർജുൻ്റെ കാര്യങ്ങളെല്ലാം അഞ്ജലി മനസ്സിലാക്കി. മുത്തശ്ശി കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തപ്പോൾ അർജുൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. അർജുൻ അത്രത്തോളം അഞ്ജലിയുടെ സ്നേഹമുണ്ട്. അങ്ങനെ അർജുൻ ഒരു കള്ളത്തരവും കാട്ടിയിട്ടില്ല. എല്ലാം രാഘവനുണ്ണിയുടെ തന്ത്രങ്ങളായിരുന്നു. അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ അഞ്ജലി മനസ്സിലാക്കി എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഒരു മഴയത്ത് പൊട്ടിമുളിച്ച് കൂണ പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം അത് അർജുൻ്റെ സ്വപ്നങ്ങളായിരുന്നു. അഞ്ജലി അങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ചിന്തിച്ചു, അർജുൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, പാലുമായിട്ട് വന്നു. അങ്ങനെ എല്ലാം ചിന്തിച്ചു കൂട്ടിയത് എല്ലാം അർജുൻ്റെ സ്വപ്നങ്ങളായിരുന്നു. അർജുൻ്റെ മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിൽ ആ ഒരു സീനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ സീന്. കാരണം അഞ്ജലി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയില്ല. അർജുൻ്റെ കൂടെ ഇനി എപ്പോഴും സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവും. രാഘവൻ്റെ തന്ത്രങ്ങളൊന്നും ഇനി നടക്കാനായിട്ട് പോകുന്നില്ല. അനുപമയുടെ ഒരു കള്ളക്കളികൾ നടക്കില്ല. അങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താണെങ്കിലും അനുപമ വിചാരിച്ചതുപോലെ ഇന്ന് എപ്പിസോഡിൽ കാര്യങ്ങൾ നടന്നു. അനുപമ കാവ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുനും അഞ്ജലിയും വിവാഹം കഴിഞ്ഞു, ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് പോവുകയാണ്, നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കാവ്യ കത്തിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ കാവ്യ ഇങ്ങനെ കത്തിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് തടയാനായിട്ട് കുറുപ്പും ഭാര്യയൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. കാരണം അത്രയേറെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് കാവ്യ ഉള്ളത്. അർജുനും അഞ്ജലിയും ഒരു കാരണവശാലും ആദ്യ രാത്രി ആഘോഷിക്കാൻ പാടില്ല, അവർ തമ്മിൽ ജീവിക്കാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടി അവർ രണ്ടുപേരെയും പറ്റുവാണെങ്കിൽ തീർത്ത് കളയാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ കാവ്യ അവിടെ നിന്ന് പുറപ്പെട്ടത്. എന്താണെങ്കിലും അവിടെ എത്തി മൊത്തം പ്രശ്നങ്ങളായി. പക്ഷെ അതിന് മുമ്പേ തന്നെ ആദ്യ രാത്രി തകർന്നു പോയിരുന്നു എന്നുള്ളതാണ്. കാരണം അഞ്ജലിയുടെ മനസ്സിൽ നിന്നും അർജുൻ ചെയ്ത പല കാര്യങ്ങളും അങ്ങ് വിട്ടുപോകുന്നില്ല. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല കേട്ടോ അഞ്ജലി ഉള്ളത്. അപ്പോൾ അർജുനാണ് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അഞ്ജലി ഇപ്പോഴും ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഉള്ളത്. ഒന്നും പെട്ടെന്ന് അങ്ങ് കൺവീൻസ് ആകുന്ന ഒരു അവസ്ഥയിലല്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെ കൂനുമേൽ കുരു എന്ന് പറയുന്ന പോലെ ഈ ഒരു സമയത്താണ് കാവ്യയും അവിടേക്ക് ശംഖുചക്രത്തിലേക്ക് വന്നു കയറുന്നത്. കാവ്യ കത്തിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനുപമയുടെ സന്തോഷം ഭയങ്കര തന്നെ. അനുപമ സന്തോഷിക്കുകയാണ്. ഇവിടെ വന്ന് ഇത് കുളവാക്കുമെന്നാണ് വിചാരിച്ചത് കാവ്യ. പക്ഷെ കുളവാക്കുകയല്ല, അവൾ ആരെങ്കിലും കൊന്നിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. എന്താണെങ്കിലും കാവ്യ കത്തിയായിട്ട് വന്നതോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇന്ന് അനുപമ കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് കാവ്യ പറയുന്നുണ്ട് അർജുനോട്, നീ ഒരിക്കലും ഇവളുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കില്ല, നീ ഒരിക്കലും ഇവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കില്ല, അതിന് ഇവളല്ല നീയാണ് ചാവേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് അർജുൻ്റെ നേരെ കത്തിയെടുത്ത് വീശുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ അർജുൻ്റെ നേരെ ഈ ഒരു ബഹളവും ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് അർജുൻ ആദ്യം ഇറങ്ങി വരും. അതിന് ശേഷമാണ് അഞ്ജലിയൊക്കെ ഇറങ്ങി വരുന്നത്. അങ്ങനെ പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അർജുനും കാവ്യയും തമ്മിലുള്ള ബന്ധം കൂടി ഇപ്പോൾ അഞ്ജലി അതിൻ്റെ ഒരു കൂടുതൽ ഡെപ്തായിട്ട് അറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെയും കൂടുതൽ അർജുനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഇളക്കം തട്ടാനായിട്ട് പോവുകയാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ വരികയാണ് കേട്ടോ. കാരണം അഞ്ജലി ചിന്തിക്കാനായിട്ട് പോകുന്നത് കാവ്യനെ അർജുൻ ചതിച്ചതാണ്, എന്നിട്ടാണ് നമ്മുടെ അഞ്ജലി സ്നേഹിച്ചത് എന്നൊക്കെയാണ് സത്യത്തിൽ അഞ്ജലി ചിന്തിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഒരിക്കൽ പോലും അർജുൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും
കാവ്യ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അഞ്ജലി ആ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും അർജുനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്കറിയാം. അങ്ങനെ അർജുൻ്റെ നേരെ കത്തി വീശുമ്പത്തിന് എല്ലാവരും പേടിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. അഞ്ജലിയും അങ്ങ് ആകെ വിറച്ച് നിൽക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ട് എന്താണ് തനിക്ക് ചുറ്റും ഈ നടക്കുന്നത്, എന്തൊക്കെയാണ് ഈ തറവാട്ടിൽ, ഈ ശംഖുചക്രം തറവാട്ടിൽ നടക്കുന്നത് എന്ന് ചിന്തിച്ച് അഞ്ജലി നിൽക്കുമ്പോഴാണ് കത്തിയായിട്ട് വന്ന് അർജുൻ ആദ്യം അഞ്ജലിയുടെ നേരെ ചെല്ലുമ്പോൾ ആ സമയത്തെല്ലാം അർജുൻ തടയുന്നുണ്ട്. കാവ്യ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞ് തടയുന്നുണ്ട്. അതിനുശേഷമാണ് കാവ്യ നമ്മുടെ അർജുൻ്റെ നേരെ തിരിയുന്നത് കേട്ടോ. അങ്ങനെ അർജുൻ്റെ നേരെ കത്തി വീശുന്നോട് സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അങ്ങനെ ഇന്ന് വന്ന പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. കാവ്യയുടെ ഒരു മുഖം നിങ്ങളിപ്പോൾ കണ്ടല്ലോ. കാവ്യ ഒരു കാരണവശാലും ഇനി ഒരിക്കലും സമാധാനം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ അർജുനും അഞ്ജലിക്കും ജീവിതത്തിൽ കൊടുക്കാനായിട്ട് പോകുന്നില്ല. കൂടെ അനുപമയും എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് കൂടെയുണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക അറിയാലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അർജുനെയും അഞ്ജലിയും ജീവിതത്തിൽ പിരിക്കുക, അർജുനെ സ്വന്തമാക്കുക, ആ ഒരു ശബ്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കും കാവ്യ. അതിന് പുറമെയാണ് പുള്ളിക്കാരിക്ക് ഇപ്പോൾ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്കറിയാം. ആകെ മാനസിക നില തെറ്റിയൊരവസ്ഥയിലാണ് കാവ്യ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ എപ്പോഴും കാവ്യയുടെ ശല്യം അർജുനും അഞ്ജലിക്കും ഉണ്ടാവും. പക്ഷേ ഇതുകൊണ്ടൊന്നും നിൽക്കാനായിട്ട് പോകുന്നില്ല അർജുൻ്റെയും അഞ്ജലിയുടെയും പ്രശ്നം. കാരണം ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കാർത്തിക് കുറുപ്പിനോട് പറയുന്ന ഒരു സീനാണ്, അച്ഛന് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ പെങ്ങളുടെ കാവ്യയുടെ കണ്ണീര് വീണ ശംഖുചക്രത്തിൽ ഇനി ഒരാൾ പോലും സന്തോഷിക്കാനായിട്ട് പോകുന്നില്ല. അതായത് കാവ്യ മാത്രമല്ല ഇനി അർജുൻ്റെ അഞ്ജലിയുടെ നേരെ തിരിയാനായിട്ട് പോകുന്നത്. കുറുപ്പ് കൺവിൻസ് ആയി നിൽക്കുന്നുണ്ട്. രാഘവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അഞ്ജലി എങ്ങനെ ജീവിതത്തിൽ നിന്ന് അർജുൻ്റെ ഒഴിവാക്കി കാവ്യനെ കൊണ്ട് കെട്ടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറുപ്പ് അത്ര സീൻ ഉണ്ടാക്കില്ല. പക്ഷേ കാർത്തിക്കും കാവ്യയും കൂടെ ഒരുമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് കാവ്യയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ കാരണം ശംഖുചക്രത്തിലുള്ളവരാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും വെറുതെ വിടാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക്കും അഞ്ജലിയുടെ അർജുൻ്റെയും ജീവിതത്തിൽ ഒരു വലിയ വില്ലനായിട്ട് കടന്നു വരാനായിട്ട് പോവുകയാണ് കേട്ടോ. അതായത് കാവ്യയും കൊണ്ടോ അനുപമയും കൊണ്ടോ ഒന്നും തീരുന്നൊരു സംഭവമല്ല അർജുനും അഞ്ജലി ഇനി വരുന്ന ദിവസങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് പോകുന്നത്. കാർത്തിക്കും കൂടി ആ ഒരു അതായത് അഞ്ജലിയെ അർജുനെ നേരിടാനായിട്ട് അവരെ എങ്ങനെയെങ്കിലൊക്കെ ക്രൂശിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കാർത്തിക്കും കാവ്യയുടെ കൂടെ കൂടും എന്നുള്ളൊരു കാര്യം ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ. ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ കാണുന്ന സീൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള മൂല കാരണം എന്ന് പറയുന്നത് അനുപമയാണ്. അപ്പോൾ അവളുടെ പരിപാടികളൊന്നും ഉടനെ നിൽക്കാൻ പോകുന്നില്ല. ഇന്ന് വന്ന പ്രൊമോയിൽ അനുപമ പറയുന്ന ഒരു സീൻ കാണാം, അർജുനെ നിൻ്റെ കൃഷിയിടത്തിൽ പന്നിക്കൂട്ടങ്ങളാണ് കയറിയത്, പക്ഷേ നാളെ നിൻ്റെ കൃഷിയിടത്തിൽ കയറാൻ പോകുന്നത് മതമിളകിയ ആനയാണ്, കാവ്യ എന്ന മതമിളകിയ ആന. അതായത് അനുപമ എല്ലാത്തിനും, അതായത് കാവ്യയ്ക്ക് മോട്ടോർ ചെയ്ത, അതായത് കാവ്യനെ അർജുൻ്റെ അഞ്ജലിയുടെ നേരെ തിരിച്ചുവിടുന്ന പണികളായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അനുപമ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം മാനസിക നില തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് കാവ്യയോട് അനുപമ എന്ത് പറഞ്ഞാലും കാവ്യ അതനുസരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് കാവ്യയുടെ മാനസിക നില ആകെ തെറ്റി നിൽക്കുകയാണ് എന്ന്. അപ്പോൾ കാവ്യയോട് എന്ത് പറഞ്ഞാലും അവൾ അതുപോലെ ചെയ്യുമെന്ന് അനുപമ മനസ്സിലാക്കും. അങ്ങനെ വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അനുപമ നൈസായിട്ട് കാവ്യനെ യൂസ് ചെയ്തിട്ട്, കാവ്യനെ മുൻനിർത്തിയിട്ട് നൈസായിട്ട് അർജുൻ്റെ അഞ്ജലിയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അഞ്ജലി ഇല്ലാതെയാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന അനുപമയായിരിക്കും നമ്മൾ വരുന്ന ദിവസങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും നമ്മളത് ഓൾറെഡി വീക്കിൻ്റെ പ്രൊമോയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഗുണ്ടകളെ അയക്കുക, അല്ലെങ്കിൽ കാവ്യയോട് ഇനിയും കൊല്ലാൻ വേണ്ടി വരാൻ പറയുക, അങ്ങനെ പല കാര്യങ്ങളും അനുപമ കാവ്യനെ വെച്ച് ചെയ്യാനുള്ള ചാൻസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.